വെള്ളാപ്പള്ളി നടേശൻ ചോദിക്കുന്നൊരു തമാശയുണ്ട്. ഇവിടെ എന്താ 3-ാം ലോകമഹായുദ്ധം നടന്നിട്ടുണ്ടോ? 1-ാം ലോകമഹായുദ്ധം നടന്നത് എണ്ണയ്ക്കും സ്വർണത്തിനും വേണ്ടിയിട്ടെങ്കിൽ, അതുപോലെ സ്ത്രീകളുടെ പേരിലൊക്കെയാണ് നടന്നതെങ്കിൽ 2-ാം ലോകമഹായുദ്ധം അതുപോലത്തെ വിവിധ ആയുധത്തിൻ്റെയും പിടിച്ചടക്കലിൻ്റെയും യുദ്ധമൊക്കെ നടന്നെങ്കിൽ ഇനിയൊരു യുദ്ധം ഉണ്ടാകുന്നത് വെള്ളത്തിന് വേണ്ടിയായിരിക്കുമെന്നാണ് പല ആളുകളും പറഞ്ഞു. പക്ഷേ അങ്ങനെ യുദ്ധം ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷേ അപ്പോഴാണ് ജൈവ യുദ്ധം വന്നു, കോവിഡിൻ്റെ യുദ്ധം വന്നു. കോവിഡ് കൊണ്ട് ചൈന ലോകത്തെ കീഴടക്കാനുള്ള ജൈവായുധ യുദ്ധങ്ങളും അങ്ങനെ കീടനാശിനികൾ കൊണ്ട് അങ്ങനെ ഒരുപാട് തരത്തിലുള്ള യുദ്ധം വരാറുണ്ട്. ഇപ്പോഴിതാ ന്യൂനപക്ഷങ്ങളെ പിടിച്ച് മഹായുദ്ധം വന്നിരിക്കുന്നതാണ് നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ അവർ പറയുന്നത്. അതായത് ഇവിടുത്തെ കന്യാസ്ത്രീകളെ പിടിച്ചപ്പോൾ ഇവിടെയുള്ള BJP-ക്കാരും കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും കമ്മികളും കൊങ്ങികളും സുഡാപ്പികളും എല്ലാവരും കൂടി സംഘികളും എല്ലാവരും കൂടി പോയി അതേസമയം ഇവിടെ ശിവഗിരിയിൽ അപകടമുണ്ടായപ്പോൾ അതായത് ശിവഗിരിക്കെതിരെ ആക്രമണം ഉണ്ടായപ്പോൾ ഇവിടെ ആരെയും കണ്ടില്ല. അവരെല്ലാവരും കൂടെ അങ്ങോട്ട് പോയെന്ന് പറഞ്ഞ് വെള്ളാപ്പള്ളി വലിയ ബഹളമുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നതിനകത്ത് കുറേ സത്യമില്ലേ എന്നുള്ളതും ചർച്ച ചെയ്യപ്പെടണം. അദ്ദേഹം പറയുന്നത് ഈഴവരാതി പിന്നോക്ക വിഭാഗങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ചാണ് അദ്ദേഹത്തിന് കൺസേൺ ഉള്ളത്. അത് അദ്ദേഹം പറയുകയും ചെയ്യും. അത് ഈഴവരൊക്കെ ആനുകൂല്യം കിട്ടേണ്ടതിനെക്കുറിച്ച് കിട്ടണം. ന്യൂനപക്ഷങ്ങൾ ഒരുപാട് ആനുകൂല്യങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷ സമുദായമായ ഹിന്ദു സമുദായത്തിന് ആവശ്യമായ ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല. പ്രത്യേകിച്ച് ഇനി ഹിന്ദു സമുദായത്തിലുള്ളത് തന്നെ ഈഴവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പരാതി. ഇതിനിടയിൽ അദ്ദേഹത്തിൻ്റെ കേസുമുണ്ട്. എന്തായാലും അദ്ദേഹത്തെ സമ്മതിക്കണം. ഒന്നൊന്നര നേതാവാണ്, 80 വയസ്സ് കഴിഞ്ഞല്ലോ. ഇതിനിടയിൽ അദ്ദേഹത്തിന് മൈക്രോ ഫിനാൻസിൻ്റെ ഒരു വലിയ കേസും ഹൈക്കോടതി കിടപ്പുണ്ട്. ഒരു വശത്ത് കേസ്, മറുവശത്ത് സകലവരും അദ്ദേഹത്തെ ക്രൂശിക്കുന്ന നിലയിൽ എനിക്ക് തോന്നുന്നു കേരളകൗമുദി പത്രവും അദ്ദേഹത്തിന് യോഗനാഥം ഒഴിച്ചും മ്യാസിക ഒഴിച്ച് ബാക്കി എല്ലാവരും അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്ന ലേഖനങ്ങളും അദ്ദേഹത്തിന് വട്ടാണെന്നും വർഗീയവാദിയാണെന്നും നാവടക്കണമെന്നും നാവ് പിഴണമെന്നും ഒക്കെ പറഞ്ഞ് വലിയ തോതിലാണ് അദ്ദേഹത്തിനെതിരെ ആക്ഷേപം വരുന്നത്. പക്ഷേ അദ്ദേഹം മുസ്ലിം വിരോധിയാണ്, ക്രിസ്ത്യൻ വിരോധിയാണ്, പട്ടികജാതി പട്ടികവർഗ വിരോധിയാണ്, സ്ത്രീ വിരോധിയാണ്, കുഴപ്പക്കാരനാണ്, അഴിമതിക്കാരനാണ്, എന്തൊക്കെയാണ് വരുന്നത്. പക്ഷേ എല്ലാത്തിനും നിന്ന് പടയോട്ടത്തിലൂടെ ഒരു തേരാളി നേടുന്ന പോലെ എല്ലാം നേരിടുകയും അദ്ദേഹം അഭിപ്രായം പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ചർച്ചകൾ നടക്കട്ടെ. ജനാധിപത്യമാണല്ലോ. അദ്ദേഹത്തിൻ്റെ കേസിന് 3 മാസത്തിനകം തീർപ്പുണ്ടാക്കണമെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. ഇനി അതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അതിനിടയിലാണ് ഇത്തരം വിഷയങ്ങൾ വന്ന് വീഴുന്നത്. എന്തായാലും ഓരോ ദിവസം കഴിയുന്തോറും മലയാളിക്ക് അവൻ്റെ പട്ടിണിയോ ദാരിദ്ര്യമോ ഇൻഫ്ലേഷനോ വിലക്കയറ്റമോ ഇവിടെ ഭരണമില്ലായ്മയോ സിസ്റ്റമില്ലായ്മയോ ആരോഗ്യവകുപ്പിലും വിദ്യാഭ്യാസ വകുപ്പിലും ഓരോ വകുപ്പിലും നടക്കുന്ന സിസ്റ്റത്തിൻ്റെ അപാകത ഒന്നും ചർച്ച ചെയ്യാൻ നമുക്ക് സമയമില്ല. നമുക്കെന്നും ഓരോ ദിവസവും ഓരോ വിവാദങ്ങൾ കിട്ടും. ആ വിവാദങ്ങൾ നടക്കട്ടെ. അതിനിടയിൽ വെള്ളാപ്പള്ളി നടേശൻ്റെ വക അദ്ദേഹത്തിൻ്റെ കമൻറ്റുകളും വരുന്നുണ്ട്, അഭിപ്രായങ്ങളും വരുന്നുണ്ട്. എന്തായാലും കേരള സമൂഹം നല്ല രസകരമായൊരു സമൂഹമാണ്. വിവാദങ്ങൾ ഉണ്ടാക്കി അതിലിങ്ങനെ നമുക്ക് പൊയ്ക്കൊണ്ടിരിക്കാം. യാതൊരുവിധ വികസനവുമില്ല. കോളേജുകൾ അടച്ചിടുന്നു. 84,000 സീറ്റ് ഇവിടെ ഒഴിവാണ്. വിദ്യാർത്ഥികൾ വിദേശത്ത് പോകുന്നു, അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ പോകുന്നു. കൃഷിയില്ല, ഒരു സാധനവുമില്ല. ജലജീവ മിഷൻ പദ്ധതി 54% പറഞ്ഞു വന്നാൽ എല്ലാം പൂർണ്ണ പരാജയം, സമ്പൂർണ്ണ പരാജയം. അപ്പോഴും നമ്മൾ തള്ളുകയാണ്. കേരളം ഒന്നാണ്, നമ്മളൊന്നാണ്, ഒന്നാമതാണ്. നമുക്ക് തള്ളിക്കൊണ്ടിരിക്കാം.